സുബിയിലേക്ക് ഞാൻ തിരികെ വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ഉണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ബ്രിട്ടനിലെ അധികാരമാറ്റം ഇന്ത്യയെ സംബന്ധിച്ച് എത്ര കണ്ട് ആശ്വാസകരമാണ്, അല്ലെങ്കിൽ നമ്മളെ എത്ര കണ്ട് ബാധിക്കുമെന്ന ചോദ്യമുണ്ട്. അതിനുമപ്പുറം ബ്രിട്ടന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ലേബർ പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് അത് എത്ര കണ്ട് പൊതുവിൽ ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രയോക്താവ് എന്ന് നേരിട്ട് വിളിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയിൽ പേരിനെങ്കിലും ലേബർ പാർട്ടി എന്ന ഒരു പേരെങ്കിലും നിലവിലുണ്ട് അവർക്ക്. അതുകൊണ്ട് അത്തരം നയതന്ത്രപരമായും ബ്രിട്ടനിലെ നിലവിലെ സാഹചര്യങ്ങളിലും വലിയൊരു മാറ്റം ഈ അധികാര കൈമാറ്റവുമായി നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? 2024 എന്ന വർഷത്തിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ ഇന്ത്യ ഉൾപ്പെടെ ഏറ്റവും കരുത്തുള്ള ജനാധിപത്യമായ അമേരിക്ക ഇതെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് പോയ വർഷമാണ്. യൂറോപ്പിൽ പൊതുവെ കണ്ട ഒരു ട്രെൻഡ് തീവ്ര വലതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടനിൽ ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ പേരുകൊണ്ട് ഒരു തൊഴിലാളി പാർട്ടിയാണ്. അവരുടെ നയങ്ങളിലും ആഭിമുഖ്യങ്ങളിലും അല്പം സോഷ്യലിസ്റ്റ് ചായ്വ് സ്വാധീനം അത് ഉണ്ട് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ യാഥാസ്ഥിതികർ എന്ന് സ്വയം വിളിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ലേബർ പാർട്ടിയുടെ ഈ വരവ് സ്വാഗതം ചെയ്യേണ്ടതാണ്. അത് ഇന്ത്യയും സ്വാഗതം ചെയ്യേണ്ടതാണ്. നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള പാർട്ടി ലേബർ പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ആ അധികാര കൈമാറ്റം. അന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം സാമ്രാജ്യത്തിന്റെ ലിക്വിഡേറ്റർ ആവില്ല എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ തുടർന്ന് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണ് ക്ലെമന്റ് ആറ്റ്ലി അധികാര കൈമാറ്റത്തിന് തയ്യാറായത്. അതുകൊണ്ട് ഇന്ത്യക്ക് പ്രതീക്ഷിക്കാവുന്ന വിശ്വാസം അർപ്പിക്കാവുന്ന പാർട്ടിയും ഭരണകൂടവുമായിരിക്കും ലേബർ പാർട്ടിയുടേത്. ഈ ഋഷി സുനക് ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നത്. സ്വാഭാവികമായും ഇന്ത്യൻ വംശജൻ എന്നതിനും അപ്പുറം അദ്ദേഹം പൊതുവിൽ ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ അധികാരമാറ്റം ഇന്ത്യയുടെ പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ നിയമങ്ങളിലൊക്കെ മാറ്റമുണ്ടായാൽ മലയാളികളുടെയൊക്കെ കുടിയേറ്റത്തെയൊക്കെ എങ്ങനെ കണ്ട് ബാധിക്കുമെന്നൊരു ആശങ്ക പൊതുവിൽ ഉയരേണ്ടതുണ്ടോ നമുക്ക്? അതേ, ഒരു ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയായത് എന്നത് നമുക്ക് ഒരു 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 കൗതുകം ഉളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു. അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിൽ ഭഗവത്ഗീത, ഇപ്പൊ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഭരണഘടനയെ തൊട്ട് കാര്യങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ഭഗവത്ഗീതയെ തൊട്ടാണ് ഇദ്ദേഹം സംസാരിച്ചതൊക്കെ. അതൊക്കെ നമുക്ക് വായിച്ച് സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം ഒരു പാർട്ടിയുടെ നയം, അത് തൊഴിൽ നിയമങ്ങളായാലും കുടിയേറ്റ നിയമങ്ങളായാലും മറ്റു രാജ്യങ്ങളുള്ള സമീപനമായാലും അതൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അവരുടെ വംശത്തെ മാത്രം ആശ്രയിച്ച് വരുന്ന കാര്യങ്ങളല്ല. അവരൊരു പാർട്ടിയുടെ നിലപാട്, പ്രത്യേകിച്ചും പാർലമെന്ററി ജനാധിപത്യം ആഴത്തിൽ വേരോടിയിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടൻ. നമ്മളൊക്കെ ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ലിഖിത ഭരണഘടനയില്ലാത്ത ബ്രിട്ടീഷ് പാർലമെന്റിലേക്കാണ് ഒരു മാതൃകയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനത്തിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, പാർട്ടിക്ക് തന്നെയാണ്. വളരെ നന്ദി. എന്തായാലും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ മാറിയ രാഷ്ട്രീയവും അതിന്റെ സാഹചര്യങ്ങളും വിശദീകരിച്ചു തരാം.